പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ പാറൂസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ ഞങ്ങൾ എണീറ്റിട്ടുള്ളൂ കേട്ടോ. കാലത്ത് അപ്പോൾ ഞാൻ എണീക്കുമ്പോൾ തന്നെ തലയിൽ വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കാറുണ്ട് കേട്ടോ. അലങ്കൃതയുടെ വെളിച്ചെണ്ണ ഞാൻ തേക്കാറ്. ഇപ്പോൾ 3-4 മാസമായിട്ട് ഞാൻ അത് തന്നെയാണ് കേട്ടോ. 3 ബോട്ടിൽ തീർന്നിട്ട് പിന്നെ ഞാനിപ്പോൾ വാങ്ങിച്ചതാണ് ഈ ബോട്ടിൽ. അത്യാവശ്യം നല്ല വെളിച്ചെണ്ണയാണ് എനിക്ക് ഉപയോഗിച്ചിട്ട് ഇതൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ അതേ നമ്മുടെ പാറൂസാണെങ്കിൽ ഞാനപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് രാത്രി പാറൂസിൻ്റെ ഡ്രസ്സുകളൊക്കെ നമ്മുടെ തൊട്ടിലയിൽ ഇങ്ങനെ വിരിച്ചിടാറുണ്ട് കേട്ടോ. ഉണങ്ങി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഉണങ്ങൽ കഷ്ടമാണ്. ഇവിടെ ആണെങ്കിൽ നേരം മൂത്ര വയ്ക്കുമല്ലോ പിള്ളേരൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതേ പാറൂസിൻ്റെ മെയിൻ പണിയാണ് കേട്ടോ. ഞാൻ വിരിച്ചിടുന്നതൊക്കെ ഇങ്ങനെ താഴേക്കിടുക. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ആദ്യം പല്ലേക്കാനായിട്ട് പോവാറ്. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബെഡിലുള്ള പുതപ്പുകളൊക്കെ മടക്കി സെറ്റ് ചെയ്ത് എല്ലാം 3 പുതപ്പ് മടക്കി സെറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നേരെ അടുക്കളയിൽ ചെന്നപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശമാവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇഡ്ഡലി അങ്ങനെ തീരെ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ദോശ ഉണ്ടാക്കാൻ വേണ്ടി പാൻ ചൂടാക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ വാറുവാണെങ്കിൽ അടിയിൽ വന്നത് എന്നെ മേത്ത് പിടിച്ചിട്ട് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മമ്മ അവൾക്കൊരു ഇഡ്ഡലിയും കൊണ്ട് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആളതേ ഷൂ പോലെ അമ്മമ്മയുടെ പറയാൻ പോയിട്ട് ഇഡ്ഡലി കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി എൻ്റെ ഉടുപ്പുമ്പോൾ തേച്ച് പിടിച്ചിരുന്നു. അപ്പം അമ്മമ്മയുടെ ഒപ്പം പോണ സ്റ്റൈൽ കണ്ടില്ലേ ഗൈസ്. അപ്പോൾ അമ്മമ്മ വായിൽ ഇഡ്ഡലി ഇങ്ങനെ വെച്ച് കൊടുത്തോണ്ടിരിക്കാനായിട്ട്. ആൾക്ക് ഫുഡൊക്കെ എന്താ പറയുക, പാറൂസിന് അങ്ങനെ ഫുഡ് വേണ്ടായ്മ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ആൾക്ക് നമ്മളോട് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും കേട്ടോ. ഫുഡില്ലെങ്കിൽ ആൾക്ക് എന്താ പറയുക, ഒരു നേരം ഫുഡ് കിട്ടിയില്ലെങ്കിൽ പാറു വയലൻ്റ് ആവും കേട്ടോ. അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് പിള്ളേരെ ഫുഡ് കൊടുക്കണതിന് എനിക്ക് പാറൂസിന് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അവൾ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ ഇന്നലത്തെ ബിരിയാണിയുടെ ഗ്രേവി ഉണ്ടായിരുന്നു കേട്ടോ. വിഷ്ണുട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഗ്രേവി ഉണ്ടായിരുന്നു. അങ്ങനെ ഇഡ്ഡലിയുടെ സാപ്പാടടിയൊക്കെ കഴിഞ്ഞ് പാറൂസാണെങ്കിൽ പാറൂസിൻ്റെ കലാപരിപാടികളൊക്കെ തുടങ്ങി പാത്രങ്ങളൊക്കെ എടുത്ത് നിരത്താതെ അങ്ങനെ ഗ്രേവിയൊക്കെ ചൂടാക്കി ഞാൻ കഴിക്കാനിരുന്നിട്ട്. അപ്പോൾ ഞാൻ കഴിക്കാനിരിക്കുന്ന കണ്ടപ്പോഴേ വന്നു കുരിപ്പ്. അടുത്തത് എൻ്റെ ദോശയിൽ നിന്ന്. അങ്ങനെ ദോശയിൽ നിന്നും കുറച്ച് 2-3 എണ്ണം കിള്ളി കൊടുത്തു. അങ്ങനെ ആര് കഴിക്കാനിരുന്നാലും അവരുടെ അടുത്ത് പാഞ്ഞെത്തും കുരിപ്പ്. അങ്ങനെ എൻ്റെ ദോശയിൽ നിന്ന് ഞാൻ 2 കഷ്ണങ്ങൾ ഇങ്ങനെ പാറൂസിന് എടുത്ത് കൊടുത്തേനെ. അപ്പോൾ അവൾ അതൊക്കെ കിള്ളി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനുണ്ടാവും. അത് കഴിഞ്ഞത് അച്ചമ്മ കഴിക്കാനായിട്ട് ചെന്നപ്പോൾ അച്ചമ്മയുടെ അടുത്തിരിപ്പുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ എന്താ പറയുക, നമ്മുടെ പാറൂസ് അറിഞ്ഞിട്ട പേരാ കൊതിച്ചിപ്പാറൂന്ന്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡുടെ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്ത് നെക്സ്റ്റ് പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചു വാരി തുടയാണ്ട്. ഇവിടെ എല്ലാ ദിവസവും അടിച്ചു വാരി തുടയ്ക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചൂലും കൊണ്ട് വന്ന് വെച്ചപ്പോൾ പാറൂസിൻ്റെ കലാവിരുത് നോക്കുക, ചൂലെടുത്ത് അടിച്ചു പറയുന്നതല്ലേ. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ മുറിയൊക്കെ ഇട്ടൊന്ന് ഒതുക്കണത്, മുറിയൊക്കെ ഒന്ന് അടിച്ച് ക്ലീനാക്കി വൃത്തിയാക്കാമെന്നൊക്കെ വിചാരിച്ചു. അതേ പാറൂസ് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ ചൂല് വെക്കുമ്പോഴേക്കും അവൾ വന്ന് ചൂലെടുത്തുകൊണ്ടൊക്കെ പോകുന്നുണ്ട് കട്ടിലിൻ്റെ സൈഡിലോട്ടൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഒന്ന് കസേരയിൽ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മടക്കി വെക്കുന്നിടത്തൊക്കെ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കോല് പോണ കണ്ടില്ലേ ഗൈസ്, നമ്മുടെ പാറൂസാണ് കേട്ടോ. ജനലിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോയി ചൂലും കൊണ്ട് പോണ കണ്ടില്ലേ. ഒന്നും പറയണ്ട, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അവൾ പോയിട്ട് അവിടെ എന്താ ചെയ്യണമെന്ന്. ഇത് കണ്ടില്ലേ, കട്ടിലിൻ്റെ മൂലയ്ക്ക് പോയിട്ടൊരു ചൂലും കൊണ്ട് ഭയങ്കര അടിച്ചു വാരില്ല. ഒരു വയസ്സ് അങ്ങോട്ട് കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോഴേക്കും അടിച്ചു വാരാൻ തുടങ്ങി കേട്ടോ. എന്താ പറയുക, അമ്മേനെ അമ്മേനെ സഹായിക്കല്ലേ, കുറച്ചുകൂടി കഴിഞ്ഞ് അടിച്ചു വരാൻ പറഞ്ഞാൽ ബോധമുള്ളതെന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ പാറൂസിൻ്റെ തൊട്ടിൽ കിടക്കുന്ന ഡ്രസ്സുകളൊക്കെ ഒന്ന് മടക്കി സെറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അടിച്ചു വാരാൻ നിന്നത്. എല്ലാം അരിച്ച് പെറുക്കിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അടിച്ചു വാരിയത്. അങ്ങനെ ഒരുവിധം മടക്കിയൊക്കെ സെറ്റ് ചെയ്തു. തൊട്ടിൽ കണ്ടില്ലേ ഗൈസ്, പാറു അങ്ങനെ തൊട്ടിലൊന്നും വാങ്ങിച്ചിട്ട് അവൾ 56 വാങ്ങിച്ചതാണ്ട് തൊട്ടിൽ. ഇതുവരെ അവൾ അങ്ങനെ തൊട്ടിലിൽ കിടന്നുറങ്ങിയിട്ടില്ല. അപ്പം മുന്നേട്ട് കിടന്നുറങ്ങിയിട്ടില്ല. അപ്പോൾ തൊട്ടിൽ കിടക്കാനും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എണീക്കുമ്പോൾ നമുക്കൊരു സേഫ്റ്റി ഉണ്ടാവില്ല. ഞാൻ അവിടെ മടക്കിപ്പോൾ വെച്ചോളൂ. ആ ജെട്ടുകളൊക്കെ എടുത്ത് അടുത്ത് നിരത്തി അവൾ ഇതാണ് കേട്ടോ അവളുടെ മെയിൻ കളി എന്ന് പറഞ്ഞാൽ. കുറച്ചിങ്ങനെ എടുത്തിട്ട് അങ്ങാടി ഇങ്ങോട്ട് നടക്കുക, അത് എടുത്ത് കളിക്കാത്തൊക്കെ തന്നെ ഉള്ളു. അതായത് ഞാൻ മൊത്തം അടിച്ചൊക്കെ വാരി നല്ലോണം നീറ്റാക്കി ഇട്ടിട്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പെരയൊക്കെ അടിച്ച് വാരി ഇട്ടിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ പാറൂസിൻ്റെ അതേ ചോറുകള സൈഡിൽ കയറ്റിട്ടേക്കുണ്ടാവില്ല. അടിച്ച് വാരി വേസ്റ്റൊക്കെ നമ്മൾ കളയാൻ വേണ്ടി കൊണ്ടുവന്ന് മൊത്തത്തിൽ അടിച്ച് വാരി ഞാൻ അടുത്ത് തുടയ്ക്കുക എന്നുള്ള പണിയാണ്. അപ്പോൾ തുടയ്ക്കാനിരിക്കുമ്പോൾ ഞാൻ എന്തായാലും പാറൂസിനെ TV വെച്ച് കൊടുക്കുക. കാരണം താഴെ നിർത്തി കഴിഞ്ഞാൽ അവൾ ഞാൻ തുടയ്ക്കുമ്പോൾ ബക്കറ്റിൽ കൈയിടുക, അല്ലെങ്കിൽ തുടച്ച് കഴിയുമ്പോൾ പിന്നെ വീഴോ അല്ല നനവ്. കാരണം അങ്ങനെ ഞാൻ TV വെച്ച് കൊടുക്കും. ആളവിടെ TV കണ്ടിരുന്നു. അവൾക്ക് ഇഷ്ടമുള്ള കുറച്ച് സിനിമ പാട്ടുകൾ, അങ്ങനെ കാർട്ടൂൺ പാട്ടൊന്നും മാത്രമൊന്നും ഇല്ലാട്ടോ. നമ്മുടെ പാറൂര് സിനിമയിൽ കുറച്ച് പാട്ട് നമ്മുടെ മാല ദന്തം ദന്തല ദന്തം മാഞ്ചിരിക്കും അങ്ങനെ കണ്ടാണെന്ന് തോന്നണം. വിശാലിൻ്റെ സോങ്ങില്ല അത്, പിന്നെ പ്രേമലിലെ സോങ്, നമ്മുടെ ഇലൂമിനാത്തി, അങ്ങനെ കുറച്ച് സോങ്ങുകൾ പാറൂസിന് ഇഷ്ടമുള്ള സോങ്ങുകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ട ആളവിടെ ഇരുന്നോളൂ. അപ്പോൾ എൻ്റെ തൊട അങ്ങനെ ഒരുവിധം അവക്കടെ ഒരു ഇതിലങ്ങോട്ട് കഴിയും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ തൊടയൊക്കെ കഴിഞ്ഞ് പിന്നെ പാറൂസിനെ കുളിപ്പിക്കാനുള്ള ഡ്യൂട്ടിയാണ് കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാനൊരു 11 മണി 11:45 എൻ്റെ കുളിയും അലക്കും കഴിഞ്ഞാൽ. കാരണം അമ്മ അലക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം എടുക്കും. അപ്പോൾ അതുവരെ എനിക്ക് ഞാൻ ഇവിടെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത്രയും നേരം ഞാൻ വെറുതെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം അമ്മ അവിടെ കറി വെക്കാനൊക്കെ ഇരുന്ന നേരം കൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് വേഗം പോയി ഒന്ന് കുളിച്ചിട്ട് വന്നു കേട്ടോ.
അപ്പോൾ അതേ പാറൂസ് നേരെ ഊഞ്ഞാലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചൂരൽ കസേരയിലാണ് ഇരിക്കണത്. അവൾ അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കരയാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അലക്കാനുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ അലക്കണേക്കാൾ മുമ്പ് പാറൂസിനെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ച് വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാറൂസ് കളിപ്പാട്ടങ്ങളൊക്കെ വെതിൽ ഷഡ്ഡിയൊക്കെ ഇട്ടാണ്ടില്ലേ മടക്കി വെച്ചിരുന്നില്ല. അങ്ങനെ പാറൂസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് പാറൂസ് വിട്ടിക്കായിട്ട് അടുത്ത 2 ജഷ്ടി കഷ്ണമൊക്കെ പിടിച്ചിട്ട് അങ്ങാടിക്കാണ് നടക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മുറി അടുക്കള അങ്ങനെയൊക്കെ റൗണ്ട് ചുറ്റിക്കൊണ്ട് നടക്കട്ടെ. അതാണ് ആളുടെ മെയിൻ ഹോബി കണ്ടില്ലേ കയ്യിൽ. അതും പിടിച്ച് ഇങ്ങനെ നടക്കാം. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് തോർത്തി ഇടക്ക് ചടയൊക്കെ ഒന്ന് കളഞ്ഞ് കോന്തിയൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മുടെ പാറൂസ് ചട്ടി ഒക്കെ തന്നെ ചട്ടിയാണ് അതൊക്കെ തലയിൽ കൂടി ഇടാൻ നോക്കണ്ട കേട്ടോ. എന്തൊക്കെ കാണണമല്ലേ ഒരു ദിവസം പോകാനായിട്ട്. അങ്ങനെ അച്ഛൻ വന്നടുത്ത് നിൽപ്പുണ്ട് ഫോണിൽ. അങ്ങനെ അത് കഴിഞ്ഞ് 11 മണിയായപ്പോൾ ആൾക്ക് വീണ്ടും വിശക്കാൻ പോകാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും നമ്മൾ TV വെച്ച് പാറൂസ് അതിൽ നിന്ന് ഒരു ഇഡ്ഡലി മൊത്തം കഴിച്ചായിരുന്നു. അപ്പോൾ പിന്നെ ഇഡ്ഡലി കൊടുത്തതിന് പിന്നെ ഞാൻ 12 മണിയായപ്പോൾ അവൾക്ക് നോർമലി കഞ്ഞി കൊടുക്കാറുണ്ട് കേട്ടോ. ഞാനപ്പോൾ കഞ്ഞി കൊടുത്തില്ല, കാരണം ഇഡ്ഡലി അത്യാവശ്യം കഴിച്ചാൽ പിന്നെ അധികം വിശപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ അധികം ഓവറായിട്ട് ഫുഡ് കൊടുക്കണമെന്ന് ചോദിച്ചു ഇഡ്ഡലി കൊടുത്ത് കുറച്ചൊരു 12 മണി 12:30 ആയപ്പോഴേക്കും പാറൂസ് ഉറങ്ങിയായിരുന്നു. അപ്പോൾ പാറൂസ് പാട്ടൊക്കെ കേട്ട് നല്ല ഡാൻസ് കളിയുണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടൊക്കെ കേൾക്കാനായിട്ട്. നല്ല എൻജോയ് ചെയ്യണ ഇരുന്നത് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കടലല്ല കേട്ടോ, കടച്ചക്ക. പിന്നെ കുക്കറിലുണ്ട് കഞ്ഞി വെക്കണം. മഴയൊക്കെ കാരണം അടുപ്പിൽ അവിടുത്തെ ഷീറ്റ് വീണാക്കുന്ന അടുപ്പ് കത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അമ്മയുണ്ട് അടുക്കളയിൽ കുക്കിംഗ് ഒക്കെ ചെയ്യണത്. അത്യാവശ്യം എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കയറാറുള്ളൂ. അങ്ങനെ അതേ നമ്മുടെ പാറൂസ് ഉച്ചയൊക്കെ വീടിലേക്ക് കഴിച്ച് ഉറക്കമുണ്ട്. അപ്പോൾ അവളുടെ കണ്ണിൻ്റെ മുകളിലൊക്കെ കണ്ടില്ലേ ഗൈസ്, മാന്തി പൊട്ടിച്ച് വെച്ചാക്കിയാണ്. അപ്പോൾ അത്രമാത്രം നഖരാണുള്ളത്. കുറച്ച് ദിവസം ഞാനിങ്ങനെ ഉറങ്ങുമ്പോൾ വെട്ടാന്ന് ചോദിച്ചാൽ ഞാൻ മറന്ന് പോവുകയായിരുന്നു. അങ്ങനെ ഇന്ന് ഞാൻ നഖമൊക്കെ വെട്ടാൻ വേണ്ടിയിരുന്നു. അങ്ങനെ നഖം വെട്ടി കഴിഞ്ഞപ്പോഴാണ് ആൾ എണീറ്റു കേട്ടോ. അപ്പോൾ നമ്മുടെ പാറൂസിൻ്റെ ഇവിടെ ഇടയ്ക്ക് വരാറുള്ള ചേച്ചിയുണ്ട്. പണ്ട് വന്നിരുന്നു. അപ്പോൾ അമ്മ വിളിച്ച് വരുത്തിയതാട്ട്. അപ്പോൾ പാറൂരിൻ്റെ നാളിലും പേരിലൊക്കെ നാവൂറ് പാട്ട് എന്നിട്ട് ഇതിന് പറയണത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കാണുന്നത്. അപ്പോൾ ആൾ വിളിച്ച് വരുത്തി. ആളപ്പോൾ നമ്മുടെ പാറൂരിൻ്റെ പേരിൽ നാളിലൊക്കെ നാവൂറ് പാട്ട് പാടണം കേട്ടോ. ഇതങ്ങനെ കറക്റ്റ് എങ്ങനെയെന്ന് അറിഞ്ഞൂടെ. ആൾ പണ്ട് വന്നിട്ടുള്ളതാണ്, അങ്ങനെയുള്ള ഒരു പരിചയമുള്ളതുകൊണ്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ സൈഡിലിരുന്നു കേട്ടോ. പേടിച്ചിട്ട് എൻ്റെ മടിയിൽ തന്നെ ഇട്ടിരിക്കണം. അപ്പോൾ ഞാൻ അടുത്തിരിപ്പുണ്ട്. അപ്പോൾ ആൾക്ക് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഫുഡ് വേണം തുടങ്ങി. അപ്പോൾ ഞാൻ പാറൂന് ഫുഡ് എടുത്ത ടൈമിലാണ് ഈ ചേച്ചി വന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡൊന്നും കൊടുത്തില്ല. ആളുടെ പാട്ട് കേട്ട് അങ്ങനെ അങ്ങോട്ട് ഇരുന്നു കേട്ടോ അടുത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാറൂസിന് ചോറ് എടുത്തിട്ട് ചോറും പപ്പടമൊക്കെ നല്ല കൂട്ടിക്കഴിച്ച് നല്ല സുഖസുന്ദരമായിട്ട് പാറൂസ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കഴിക്കാൻ നിന്നിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 3 മണിയൊക്കെ ആയിട്ട് ഈ ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ 3 മണിക്കാണ് ഞാൻ ഉച്ചക്കാലത്തെ ഫുഡ് കഴിക്കണം, കാരണം എനിക്കധികം വിശപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ 3 മണി അങ്കൻവാടി പിള്ളേരൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ചുമ്മാ ഒന്ന് പാറുവിൻ്റെ വെയിറ്റ് നോക്കാൻ പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ കേട്ടോ, നമ്മുടെ വീടിൻ്റെ ഇത് നമ്മുടെ വീടാണെങ്കിൽ ഇതാ കാണുന്നത് കേട്ടോ അങ്കൻവാടി. അങ്ങനെ നമ്മൾ അങ്കൻവാടിയിലൊക്കെ പോയിട്ട്, പക്ഷേ ആൾ വെയിറ്റ് നോക്കാൻ നിന്ന് തന്നെ ഉണ്ടായിരുന്നില്ല. ഭയങ്കര പേടിച്ചിട്ട് എന്തോ കാണിക്കണ പോലെയൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഒരു വിധത്തിലൊരു എന്താ പറയുക കണക്ക് കൂട്ടലിലൊരു ഇതിൽ ഒരു 8 സംതിങ് ആട്ടോ വെയിറ്റ് കാണിച്ചത്. കറക്റ്റ് എത്രയായിരുന്നു നമുക്ക് ഇതുവരെ മനസ്സിലായി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ 4 മണി 4:30 പാറൂസിനെ കുളിപ്പിച്ചു കേട്ടോ. എന്നും കുളിപ്പിക്കാറുള്ള പോലെ തന്നെ കുളിപ്പിച്ചു സുന്ദരി കുട്ടിയാക്കി അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ വീണ്ടും പാറൂസ് ജെട്ടിയൊക്കെ എടുത്താണ്ട് കളിക്കണം. ഒക്കെ കളിപ്പാട്ടങ്ങളോടല്ല താല്പര്യം. അതിൽ തുണിയൊക്കെ എടുക്കുക, പിന്നെ ഒരു സഞ്ചിയും കൈ പിടിച്ചിട്ട് അങ്ങാടിയാണ് നടക്കുക. അങ്ങനെ ഇങ്ങനെ അങ്ങാടിയാണ് നടക്കുക. അത് തന്നെ കേട്ടോ അവളുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ഇത് തന്നെയാണ് എല്ലാ ദിവസവും ഇവിടെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അച്ഛമ്മയുടെ കിടപ്പുണ്ട് കേട്ടോ. അച്ഛമ്മയുടെ വിളിച്ചേ കണ്ടേ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വൈകുന്നേരത്തെ തലക്കിട്ടടിക്കുന്നുണ്ട് കേട്ടോ. മെയിൻ പരിപാടിയാണ് കേട്ടോ ഗൈസ് തലക്കിട്ടടി എന്ന് പറയുന്നത്. ആരെന്ത് ചോദിച്ചാലും അപ്പോൾ അവൾക്ക് തലക്കിട്ടടിയാണ്. പിന്നെ ദേഷ്യം വന്നാൽ തലക്കിട്ടടിക്കുക, നല്ല തലക്കിട്ടടിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ഇറങ്ങാറുള്ള പോലെ വൈകുന്നേരം 4:30 മണിക്കാണ്. 5 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ ഒന്ന് പോകാറുള്ള വഴിയിലോട്ട് വന്നു. ഇപ്പോൾ ഇവിടെ വന്നിരിക്കാൻ കേട്ടോ. നമ്മൾ എന്നും വന്നിരിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതായത് ആ ഉച്ചയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ അമ്മൂന്നാണ് കേട്ടോ അവിടെ പേര്. ശരിക്കും പേര് പാർവതീന. അപ്പോൾ നമ്മളിവിടെ വന്നാണ് ഇരിക്കാറ്. പാറൂസിനേലും മൂത്തതാണ് കേട്ടോ, നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഇത് രണ്ടുപേരും കൂടി കളിക്കുകയുണ്ട്. അപ്പോൾ അവളുടെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തുകളൊക്കെ അവളുടെ ഇടയ്ക്ക് ഇങ്ങനെ എന്തൊക്കെയോ എന്താ പറയുക കുഞ്ഞി പിള്ളേരല്ലേ, ഉപദ്രവം എങ്ങനെയാണെന്നൊന്നും മനസ്സിലാവില്ലല്ലോ. ആളിങ്ങനെ വേദനിക്കും അങ്ങനെയൊന്നും അറിഞ്ഞുകൂടല്ല. അങ്ങോട്ടിങ്ങനെ തട്ടയും മുട്ടയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പാറൂസിനെ എന്താ പറയുക, പാറൂസ് ഒരു പാവം കുട്ടിയുടെ പോലെയുണ്ട്, ഒരു പ്രതികരണ ശേഷി ഇല്ലാത്ത പാവ കുട്ടികളുടെ പോലെയുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തിയിട്ട് അപ്പോൾ പാറൂസിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. ശനിയാഴ്ച ആകുമ്പോൾ അച്ഛൻ വരാറുണ്ട്. അങ്ങനെ അതേ പാറൂസ് അച്ഛയോടൊപ്പം വന്ന് കളിക്കാനിട്ടാ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവർ പിന്നെ നമ്മൾ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി ഇതേ പാറൂസ് അച്ഛയുടെ ഒക്കത്തേക്ക് ഇരിക്കേണ്ട. അപ്പോൾ ജൂലിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ജൂലി കുറയ്ക്കണം കേട്ടിട്ടാണ് വന്നിട്ട് പാറൂസ് കരയണുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒക്കത്തോട്ട് കയറി. അപ്പോൾ പാറൂസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബിസ്ക്കറ്റ് കഷ്ണം താഴെ വീണത് ജൂലി ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഞാനത് അവൾക്ക് തട്ടിട്ട് കൊടുത്തോളൂ. അപ്പോൾ അത് കാലും കൊണ്ട് തട്ടി തിരിഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ പുറത്തേക്ക് ഇരുന്ന് ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് പാറൂസ് എൻ്റെ ഒക്കത്തിരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്.
അപ്പോൾ ദേ ഞാൻ എൻ്റെ വീഡിയോ എടുത്തുതരാൻ പറഞ്ഞപ്പോൾ എൻ്റെ മനുഷ്യൻ വീഡിയോ എടുക്കുന്നത് ജൂലീനെ കേട്ടോ. ആൾ അങ്ങാടും ചെടികളുടെ ഇടയിൽ കൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്ന് ജൂലിയുടെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ ഇട്ട് നടത്തിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ അങ്ങനെ ചരിച്ച് ഇങ്ങനെ ചരിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ പെരക്കാത്തോടൊക്കെ കയറിയായിരുന്നു കേട്ടോ. അതേ പാറൂസിനെ അടുത്ത് ഇളക്കം തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. വെച്ചപ്പോൾ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് രാത്രി നമുക്ക് കൊഴുവുണ്ടായിരുന്നു കേട്ടോ. കൊഴുവ് വറക്കാനുണ്ടായിരുന്നു, ഫ്രൈ ആക്കാനായിട്ട്. അപ്പോൾ അതേ പാറൂസ് അച്ഛയുടെ ഒക്കെ തണ്ടിരിക്കണത്. അങ്ങനെ അച്ഛയ്ക്ക് ഇപ്പോൾ നമുക്ക് ദോശമാവായിരുന്നല്ലോ. അപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ വിഷയമായിട്ട് ദോശ വേണമെന്ന് പറഞ്ഞപ്പോൾ ആൾ ദോശ ഉണ്ടാക്കാൻ നിന്നു. അങ്ങനെ പാറൂസിൻ്റെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള നിപ്പാണ്ട് ഗൈസ്. ഫുഡ് അടിച്ച് കഴിഞ്ഞാൽ പാറൂസിന് പിന്നെ എന്താ പറയുക ലോഡ് ഇറക്കണം എന്നുള്ളൊരു ജ്വരമാണ് എന്നുള്ള പതിവാണ്. അപ്പോൾ ആളവിടെ ലോഡ് ഇറക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കച്ച ഫുഡും കഴിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് സമയം ക്ലോക്കിൽ തെറ്റാണ് കേട്ടോ ഗൈസ്. ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ റൂമിലോട്ട് വന്നു. പാറൂസിന് കളിപ്പാട്ടം അങ്ങനെ വെച്ചിട്ടൊക്കെ നല്ല കളിയാണ്. അതിന് എടുത്തിങ്ങനെ താലോലിക്കുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവളെ തന്നെ തട്ടിപ്പറിച്ച് വാങ്ങിക്കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ അവൾ കിടന്നുറങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ അതിന് കാണാൻ പറ്റുന്ന പിക്ചർ ഇട്ട് കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടമായി.